നോ മണി നോ ഹണി. നേരെ പോകുന്നു. പക്ഷേ ഹലോ ശ്രവൺ, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. വാലേക്കും അസ്സലാം. അത് തന്നെ. ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളിന്ന് പോണത് എങ്ങോട്ടെന്ന് വെച്ചാൽ പറഞ്ഞു കളിയാ. നമ്മളിന്ന് ചെക്ക് സ്ട്രീറ്റിൽ പോകും. ഓ, ഞാൻ എത്ര കാലത്തിന് ശേഷം ഞാൻ ഒരു വ്ളോഗ് ഇടണം, കുറെ കാലത്തിന് ശേഷം. പോടാ പറ്റി. ഇന്ന് ഡിസംബർ 31. എന്തായാലും ഒന്ന് ഇറങ്ങി ചർച്ചിലോട്ട് പോകണം. ഡിസംബറിൽ ചർച്ചിലോട്ട് പോണത് വേറെ ഒന്നും കൊണ്ടല്ല, യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ പോണം, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇറക്കാൻ വേണ്ടി പറഞ്ഞോടിയാ ഇന്നൊരു കിടിലൻ കണ്ടന്റ് കൊണ്ട് പോവുകയാണ്. ആ ടാഗ് നമ്മളെ ബാഗിനകത്ത് ഇരിപ്പുണ്ട്. അതാണ് പരിപാടി. ഇപ്പൊ മറ്റേ സംഭവം വരും. യു പ്രോബബ്ലി വണ്ടർ മറ്റേ സംഭവം. ഞാനൊരു യൂട്യൂബ് ചാനൽ ഇവന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടോ. ഞാൻ അതിന്റെ അത് സിനിമ ഡയലോഗ് അപ്പൊ ഓക്കെ. ഇവന് ഒരു അക്കൗണ്ട് തുടങ്ങി. ഇവന്റെ അക്കൗണ്ടിന്റെ പേര് എന്താ പറയാ? അഭിനന്ദ് PY. എന്തൊരു അത് ബാഗിനെ തിരിപ്പുണ്ട്. സത്യം. ഇന്ന് നമ്മളെ ക്യാമറമാനാണ്. ഇന്ന് നമ്മൾ അങ്ങോട്ട് ഞാൻ പോകുന്നുണ്ട്. ചർച്ച് സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. ചിലപ്പോൾ കമ്മീഷൻ സ്ട്രീറ്റിലോട്ട് പോയാലായി. എന്തായാലും കൊള്ളാം. അങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാൻ വേണ്ടി പോകണം, വേറെ ഒന്നുമില്ല. എന്തായാലും കൊള്ളൂല. എന്താന്ന് കൊള്ളൂലെന്ന് എന്തായാലും നീ കൊള്ളാന്ന് ഞാൻ പറയാം. എന്തായാലും കൊള്ളൂലെന്ന്. അപ്പൊ ഓക്കെ. നീ എന്ത് മിണ്ടാതിരിക്കണോ? ഇവ മറ്റേ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ട് പറയണ പന്നിയാണ്. ഇവനെ നോക്കി വെച്ചോ. അപ്പൊ ഓക്കെ, എന്തായാലും കൊണ്ട് പോകണുണ്ടെങ്കിലും ഗ്രാമറ കറക്റ്റ്. അയ്യോ ശരി എന്നാ അവിടെ പോകണുണ്ട്. ഇന്നപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ പൊക്കിയിട്ട് വരാം. ഓക്കെ ബൈ. ഇനി നമ്മൾ നേരെ ചർച്ച് സ്ട്രീറ്റിൽ പോയിട്ട് കാണാം. നമ്മളിന്ന് ഇരക്കണം നിങ്ങളെ കണ്ട് നിങ്ങളെ പുഴിപ്പിക്കും. അല്ലേളിയാ ഇന്ന് എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് ടാർഗറ്റ്? ടാർഗറ്റ് ഞാൻ പറയാം. അന്ന് പറ. സർപ്രൈസാ. ഇന്ന് എനിക്ക് ഇപ്പോഴൊരു 181 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇന്ന് എനിക്ക് കുറഞ്ഞതൊരു 250 ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്ര ആവുമെന്ന് എനിക്ക് നോക്കാം. നീ പറയുന്ന എത്ര ആവുമായിരിക്കും എനിക്ക്? ഇന്ന് നമ്മള് മറ്റേ ഗോൾഡൻ പ്ലേ ബട്ടൺ അടിക്കും. അയ്യോ നിന്റെ നാക്ക് പൊന്നാവട്ടെ. ഓക്കെ ശരി എന്നാ. ഏത് നെഗറ്റീവ് പോളിയാ. അപ്പൊ ഓക്കെ, നമ്മൾ ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് കാണിച്ചു വിളിച്ചാൽ നമ്മൾ പേടിഎം കൂടെ ടിക്കറ്റ് എടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര അത് നമ്മൾ പേടിഎം കൂടെ ടിക്കറ്റ് എടുക്കുന്ന വെച്ച്. അപ്പൊ ഓക്കെ ബൈ. അതുകൊണ്ട് ഇവ ഇത്ര നേരം വ്ളോഗ് എടുത്തോണ്ടിരിക്കുന്നു. അവൻ നിർത്തിയപ്പോ ഞാനും എടുത്തു തുടങ്ങി. അല്ല ഇവ കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. ആരുണ്ട് വേറെ വേറെ വ്ളോഗേഴ്സ് ഉണ്ട് പിന്നെ? ഓ നിക്കണതാണ് നമുക്ക്. നമ്മളപ്പം നമ്മളിത് ലോ ക്ലാസ്സാ പോളി നിൽക്കുന്നത്. നമ്മളൊരു ചാർട്ടിനകത്ത് എഴുതിക്കൊണ്ടാണ് വന്നത്. അതും നമ്മളെ കെയർപ്പാനി വലിച്ചു കീറി അതിനകത്താണ് എഴുതിക്കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷത്തേതാണ്, ഈ വർഷത്തല്ല. അപ്പൊ എന്തായാലും സാധനം കൊള്ളാം. നമ്മളിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കുറെ പ്ലക്കാർഡൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. സത്യം. ഇതേ കണക്ക് ഇത് അവര് കണ്ട കാര്യം ഹൈ ക്ലാസ് ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളത് ലോ ക്ലാസ് ആയിട്ട് ചിന്തിച്ചിട്ടുള്ളൂ. നമ്മളത്ര ബഡ്ജറ്റേ ഉള്ളൂ. നോ മണി നോ ഹണി. നേരെ പോകുന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ നടന്ന് പോണ്. ഓക്കെ, കാണിച്ചു തരാം. എവിടെയെങ്കിലും നിന്നിട്ട് നമ്മളൊന്ന് ഇടാൻ പറ്റുമോ നോക്കട്ടെ. എന്നുവെച്ചാൽ എന്തോന്നു ആ പ്ലഗ് കാർഡിനൊക്കെ ഒരു സാധനമുണ്ട്. അതിട്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാൻ വേണ്ടി വന്ന നോക്കട്ടെ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നോക്കട്ടെ. ഞാൻ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കൂല. സെറ്റാണ്. ഓക്കെ, അങ്ങോട്ട് നമ്മൾ മലയാളികളെ തപ്പിയിട്ട് അവരെന്ന് സബ്സ്ക്രൈബേഴ്സ് മേടിക്കാന്ന് വിചാരിച്ച് നടക്കുകയാണ്. അത് നമുക്ക് അതിന് മലയാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധനം ഇറക്കി. ഇറക്കി കേട്ടോ. ഞാൻ സാധനം കയ്യിലുണ്ടോ ചോദിച്ചോണ്ട് നടക്കാൻ പോയാണ്. ആരെങ്കിലും തിരിച്ച് പറയണമെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് കണ്ടന്റായിട്ട് ഇറക്കും. സാധനം കയ്യിലുണ്ടോ? മലയാളികളെ കണ്ടായിരുന്നു. പക്ഷെ എന്റെ ഇൻസെക്യൂരിറ്റീനെസ് കാരണം നമ്മൾ പോയില്ല. ഇപ്പൊ വണ്ടി ചത്തേനേട്ടോ. എനിക്ക് പക്ഷെ വീഡിയോ എടുക്കണതൊന്നും കുഴപ്പമൊന്നുമില്ല, ചുമ്മാ എടുക്കണുണ്ട്. പക്ഷെ എനിക്ക് എന്തോന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കേയിൽ ബൈക്ക് അയ്യോ പോയടാ. കേയിൽ 25. എന്തായാലും 21 നമ്മളവിടെ. കേയിൽ 25. എന്തായാലും ഓക്കെ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് നല്ല ടെൻഷനൊക്കെ. എനിക്ക് ചോദിക്കാൻ ടെൻഷനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. മോശമൊന്നുമല്ല, അതാണ്. പക്ഷേ ഒരു എന്തോ ഒരു ഫീലിംഗ് എനിക്ക് അറിഞ്ഞൂടാ എന്തരാണെന്ന്. അത്രേ ഉള്ളൂ, അതാണ് വിഷയം. അതുകൊണ്ട് അവൻ നമ്മളിപ്പോ ഒഴിഞ്ഞു നടക്കണം. ഏത് ടർക്കിഷ് ഐസ്ക്രീം.
കാണിച്ചു തരാം. കാശിനെ എടുത്താൽ മതി. കാശ് കൊടുക്കണം, അതിന്റെ മുമ്പ് നമ്മള് പണിയെടുക്കും. സത്യം. എന്തായാലും ഓക്കെ. ഇനി അടുത്ത് മലയാളികളെ കണ്ടുപിടിച്ചാൽ ഞാൻ എത്തും കേട്ടോ. മലയാളികളെ കണ്ടുപിടിച്ചാൽ ഞാൻ എത്തും. ഞാൻ എന്തോന്ന് പറയണമെന്ന് സത്യം പറയാൻ എനിക്കൊരു പിടുത്തമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളിയെ കണ്ടുപിടിച്ച് ഞാൻ സത്യം സാധനം കയ്യിൽ നിന്ന് പോയി, അതാണ് പ്രശ്നം. ഞാൻ ചെയ്തിട്ട് വരാം. നോക്കി, ഞാൻ മലയാളികളെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ വരാം. സബ്സ്ക്രൈബേഴ്സിനെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഇവിടെ നിന്ന് പോണതിന് മുമ്പേ ഒരു 250 എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് വെട്ടി കുറക്കണുണ്ട്. ഞാൻ ഒരു 50 കൂട്ടാം. നമ്മൾ ചോദിക്കുകയാണെങ്കിൽ 250 ചോദിക്കണമെങ്കിൽ ഒരു ഫ്ലോ കൂടി അങ്ങ് തുടങ്ങും. പക്ഷെ തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ നമ്മൾ വല്ലതും ചെയ്യുള്ളൂ. ഇതിപ്പോൾ നടന്നാൽ നമ്മൾ കുറേ എത്തിയത്, ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ല. നേരം നോക്കാം, ഞാൻ ചോദിക്കാം. സെറ്റാണ്. നമ്മൾ വന്ന് ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മോള് കണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ സീനാനം അമ്മച്ചി മോള് കാണാൻ ഇപ്പം എന്നാ ഈ വണ്ടി എടുത്തോണ്ട് പോയേനെ. എന്തായാലും കൊള്ളാം, സാധനം കൊള്ളാം. ഞാനെന്ത് പോട്ടനാ? നീ പോട്ടനാ പോടാ. കൊള്ളാം കേട്ടോ. കിടിലം മോള് വേണ്ടി നമ്മൾ നോക്കിയിട്ട് അകത്തോട്ട് വരാം. സെറ്റാണ്. അകത്തോട്ട് ഇത് കയറ്റം നമുക്കറിയാം. മോളാണെന്ന് അറിഞ്ഞോളൂ. നമ്മളൊന്ന് കണ്ടേ ഉള്ളൂ, നോക്കിയിട്ട് വരാം. രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാൻ കിടന്ന് കുരുങ്ങളിലേക്ക്. അപ്പൊ അങ്ങനെ നമുക്കൊരു മലയാളിയെ കിട്ടി. കിട്ടി. സത്യം കിട്ടി. വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടൻ അങ്ങോട്ട് മാറിപ്പോയി. കിട്ടിയിട്ടുണ്ട്. എന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ശ്രവൺ സ്കൈ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് വരും. SRAVAN. ഇല്ല, എനിക്ക് ആ പഠിത്തപൂരേ ഉള്ളൂ. SRAVAN സ്പേസ് SKY. സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പേടിക്കില്ല കേട്ടോ. ഇത് പൂരേ ഉള്ളൂ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ആദ്യം തന്നെ അപ്പൊ ചെയ്തിട്ടുണ്ട്. ഇവനൊപ്പം ചെയ്തേക്ക്. താങ്ക്സ് ചേട്ടാ. നമ്മളപ്പം ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവൻ എടുത്തിട്ടില്ല. ഇവൻ ഭയങ്കര നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിനി തുടങ്ങിക്കോളും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ബ്രോ. ഓക്കെ താങ്ക്സ്. അപ്പോൾ ഓക്കെ, നമ്മൾ ബാംഗ്ലൂരിൽ മലയാളികൾ നമ്മൾ തേടി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെറ്റാണ്. ഇനി എൻ്റെ നാണക്കേട് മാറി. ഇനി നമ്മളിങ്ങനെ ഇടന്നുകൊണ്ട് നിൽക്കുക, എല്ലാവരും ചോദിക്കും, ഞാൻ സബ്സ്ക്രൈബേഴ്സിൽ ഒപ്പിക്കും. സെറ്റാണ് സെറ്റാണെന്ന് പറയണ പട്ടി. ഓക്കെ, സെറ്റാണ്. ഒരാളെ കിട്ടിയിട്ടുണ്ട്. കണ്ണൂരുള്ള ചേട്ടനെ കിട്ടിയ. സെറ്റാണ്. ഇന്ന് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാന്നാണ് വിശ്വാസം. കുറച്ച് നേരെ പറയാനുണ്ട് ചേട്ടനക്ക്. അത് വന്നോളും. കുറച്ച് നേരെ പറയാനുണ്ട്. എനിക്കറിയത്തില്ല. എല്ലാവരും പറയണില്ല. ലോകമുണ്ട് എന്ന് വെച്ചാൽ ഭൂലോകമുണ്ട്. അവിടെ വായിത്താളോ അടിയാ കിങ്ങു ഇവിടെ വന്നിട്ട് വാ ഉണ്ടാന്ന് തുരന്നു നോക്കണം. ആൾക്കാരൊക്കെ നോക്കണം. ആൾക്കാർ നോക്കണുണ്ട്. നോക്കട്ടെ. സബ്സ്ക്രൈബ് ചാനൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുഴപ്പം പരിപാടിയാണ്. എല്ലാവരും പറയണില്ല. ഇവൻ ലോകമുണ്ട് എന്ന് വെച്ചാൽ ഭൂലോകമുണ്ട്. ചെറുക്കൻ ഫ്ലോയിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്റെക്ക് എന്റെ ഈ ചെറുക്കനാണെങ്കിൽ നേരെ വീഡിയോ എടുക്കാറുണ്ട്. ഒന്നത്തെ കാര്യം പറ്റി. അല്ലാതെ എന്നെ ഒറ്റിയതല്ല കേട്ടോ. നിന്നെ ഒറ്റയൊന്നും ഞാൻ തോന്നുന്നുണ്ടോ? നമ്മൾ നോക്കിക്കഴിയുന്ന എല്ലായിടത്തും ചോദിക്കും. ഇറങ്ങാൻ നേരത്തെ എന്റെ അടുത്ത് ആരോ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റൂല, ശ്രവണ്ണെ കൊണ്ട് വരും. അതാര് പറഞ്ഞ്? ആരോ പറഞ്ഞ് ശ്രവണ്ണ നാണോ മാനോ ഇല്ല. നേരെ ഇവിടെ തിരിച്ചാണ്. പക്ഷെ എനിക്ക് അവരാളുടെ ചെന്ന് സംസാരിക്കണ പ്രശ്നം. ഇന്ന് നോക്കിക്കോ, ഞാൻ ഇപ്പൊ ഞാൻ ചെന്ന് ആരുടെ കയറാണ്. നീ ഒരാളെ ചൂണ്ട്, ഞാൻ ചെന്ന് സംസാരിക്കണം. ചൂണ്ട് ആളെ നീ ആരെങ്കിലും ചൂണ്ട്, ഞാൻ ചെന്ന് സംസാരിക്കണം. കാരണം അടി കിട്ടാത്ത ഒരാളെ ചൂണ്ടണം. ചൂണ്ട്. ഞാൻ അവരെ പോയി സംസാരിച്ച് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. എടാ മലയാളികളെ കാണണമെങ്കിൽ ചൂണ്ടണേടാ, അല്ലാതെ ചൂണ്ടല്ലേ. ചിലപ്പോ ഇംഗ്ലീഷിൽ വിൽക്കും. സെറ്റാണ്. നമുക്ക് അതിനെ അങ്ങോട്ട് പോവാം. ഇപ്പൊ ചൂണ്ടല്ലേ. സെക്യൂരിറ്റി അടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ അടിക്കും തന്നെ. ഞാൻ അതെല്ലാം അറിയാം. അടി കിട്ടാത്ത ഒരാളെ ചൂണ്ട് ഞാൻ കാണിച്ചു തരാം. ഡെയർ എനിക്കൊരു അടി കിട്ടാത്ത ഒരാൾ മലയാളിയെ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. ഏത് വൈച്ചട്ട്? ഈ വൈച്ചട്ടാ ഉണ്ട്. ആ ഒരു ബ്രോയിനെ നോക്കി വെച്ചിട്ടുണ്ട്. സംസാരിച്ച് നോക്കട്ടെ. എന്നിട്ട് ഞാൻ എന്താ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. സാധനം കിട്ടി. ആ മലയാളത്തിൽ സംസാരിക്കണം. നമുക്ക് സംസാരിക്കണോ? ഓക്കെ. അങ്ങനെ നമ്മൾ വേറെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പോകണേ. സബ്സ്ക്രൈബ് ചെയ്തോ? ശ്രവൺ സ്കൈ സെർച്ച് ചെയ്ത് SRAVAN സ്പേസ് SKY. അയ്യോ ശ്രവണില്ല, ഞാൻ SH ഇല്ല അപ്പം SRA ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ.
ഫസ്റ്റ് ആണ് തന്നെ. സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് ഞെട്ടണ്ട, ആ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ സബ്സ്ക്രൈബിനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടനും കൂടെ നമ്മൾ ഓക്കെ താങ്ക്സ് ചേട്ടാ. നമ്മളിപ്പോ പഠിക്കുക, നമ്മൾ നേഴ്സിംഗ് പഠിക്കുക, നമ്മളിവിടെ മേൽസിക്ക്. ആ അങ്ങനെ നമ്മള് ഇവന്റെ ജയിച്ചിട്ടുണ്ട്. ആ ചേട്ടാ ഇവന്റെ കൂടെ ചെയ്യോ? ഇവനും ഉണ്ട് അക്കൗണ്ട്. ആ ഇവനും കൂടെ ചെയ്യോ? അഭിനന്ദ് PY സെർച്ച് ചെയ്താൽ. അങ്ങനെ നമ്മള് വേറെ രണ്ടുപേരെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് കൂട്ടി നമ്മൾ ഉള്ളെത്തിക്കണമായിരിക്കും. അറ്റാ നമ്മൾ വീണ്ടും അങ്ങനെ രണ്ടുപേരെ കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ബാക്കി ടാർഗറ്റ് എത്ര? ടാർഗറ്റ് പറ ബാക്കി. ഇപ്പൊ 3 പേരായി. ആ ടാർഗറ്റ് ബാക്കി പറ. ഇത്ര പേര് ബാക്കി പെട്ടെന്ന് പറ. ബാക്കി എത്ര? പറ. ബാക്കി ഇനി 100-ല് 3 പോയാൽ അപ്പൊ ബാക്കി 97. അപ്പൊ ഓക്കെ 97 പേരെ അതിന് കണ്ടുപിടിക്കണം. ടൈം പ്രശ്നമുണ്ട്. സെറ്റാണ്. അങ്ങനെ നമുക്ക് അടുത്ത് 1, 2, 3, 4 ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇവരാണ് 1, 2, 3, 4. ശ്രവൺ ദാ ഇവിടെ തകർത്തിരുന്ന് ചെയ്യാനുണ്ട്. അപ്പം കൗണ്ട് എത്ര കൂടി എന്നൊക്കെ ഞാൻ മറന്നു. എന്റെ റിലേ അടിച്ചു ശ്രവൺ. ഓരോ ആൾക്കാർ ചെയ്തു തരും. രണ്ട് ചാനലുണ്ട്, രണ്ടും കൂടെ. താങ്ക്സ് ചേട്ടാ. താങ്ക്സ്. ഇവർക്ക് നടക്കണുണ്ടോ നമ്മൾ? അത് തന്നെ, നമുക്ക് നല്ല രീതിയിലുണ്ട്. കണ്ടില്ല. ചേട്ടാ വരുന്നേ എറണാകുളം. എല്ലാരും എറണാകുളത്ത്. നമ്മളിങ്ങനെ ചെയ്തു തരുന്നുണ്ട്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല രസത്തിൽ ഈ വന്ന ഇവരെയൊക്കെ ഊക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് അടുത്ത ആൾക്കാരെ ചെന്ന് കാണാം. നമ്മളിപ്പോ വേറെ കുറെ ചേട്ടന്മാരെ കണ്ടു. അവർ ഭയങ്കര നൈസായിരുന്നു കേട്ടാ. ചെയ്തായിരുന്നു. അവര് പൊളി കേട്ടോ. നമ്മൾ നല്ല കിടിയായിട്ട് സംസാരിച്ച് നമ്മൾ കുറെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ ഓക്കെ, ഇവിടെ കുറെ ന്യൂസ് റിപ്പോർട്ടൊക്കെ ചെയ്യണമുണ്ട് എനിക്ക്. പക്ഷേ സത്യം പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്തും ചോദിച്ചായിരുന്നു ന്യൂസ് റിപ്പോർട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, നേരത്തെ വന്ന ചേട്ടന്മാർ കുറച്ച് ഷൈ ആയിരുന്നു. അതുകൊണ്ടാണ് അവർ വ്ലോഗ് എടുക്കുന്നത്. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇവ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം അവർക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല, എന്നാലും എന്തോന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യിപ്പിച്ചു. അത്രേ ഉള്ളൂ. എല്ലാ ചേട്ടന്മാരും അത്യാവശ്യം കൊള്ളാം. സത്യം കേട്ടോ. രണ്ടുപേരെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ അവോയ്ഡ് ചെയ്ത്. അത് കുഴപ്പമില്ല, അതൊന്നും സീനില്ല. അത് അവരേതായ പ്രൈവസിയാണ്. സബ്സ്ക്രൈബ് ചെയ്യില്ല മലയാളത്തിൽ പറയണം. അയ്യോ മലയാളത്തിലല്ലേ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്തില്ല, അവര് ഫുഡ് കഴിക്കാൻ പോണെന്ന് പറഞ്ഞു. സത്യം അതിനും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് അവരേതായ പ്രൈവസിയാണ്. ഇവൻ മറ്റേ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റി. അവനെ വിട്, അവനെ ഞാൻ അവോയ്ഡ് ചെയ്തു. അവര് പറഞ്ഞത് അങ്ങനെയാണെങ്കിലും അവർ ഉദ്ദേശിച്ചത് പോയി മൂഞ്ചെന്നാണ്. എടാ എനിക്ക് മങ്കിടി ലൂഫിയെ കാണണം. നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലോട്ട് നടക്കണുണ്ട്. നല്ല ദൂരമുണ്ട് കേട്ടോ. പക്ഷേ കാരണം ഇങ്ങനെ പോവേണ്ടത് നമ്മൾ ഇങ്ങനെ ഏതാണ് ഇത് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. ഞാൻ എന്റെ ബുദ്ധി കാരണം നമ്മൾ ഇങ്ങനെ തൊടേണ്ടതിന് നമ്മൾ ഇങ്ങനെ തൊട്ടു. കാരണം ചന്ദ്രുവിന്റെ മാപ്പിംഗ് കാരണമാണ്, വേറൊന്നും കൊണ്ടല്ല. പിന്നെ എനിക്ക് എങ്ങനെ ഈ വഴി കാണാതെ അറിയാമായിരുന്നു പട്ടി. അത് തന്നെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ കുറേ നടന്ന് കൊമേഴ്സ്യൽ സ്ട്രീറ്റിലോട്ട് പോകാനായിട്ട് പോകുന്നുണ്ട്. ഇനി പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നത് ഭയങ്കര തൊല്ല പരിപാടിയാണ് കേട്ടോ. നമ്മൾ വളരെ സത്യം നമ്മൾ. പക്ഷെ അത് നമ്മൾ നിർത്തൂല. നമ്മളിത് ഇനിയും കണ്ടിന്യൂ ചെയ്യണതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ വന്നതല്ല, ഇങ്ങനെ പറയാൻ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലോട്ട് പോയിട്ട് കാണാം. നമ്മൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലും പോയി തളന്ന് അടപ്പിളവി സത്യം. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ വെച്ച് നിർത്താതെ വിചാരിച്ച് അത്രയും പേര് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇറങ്ങിയതായിരുന്നു, പക്ഷേ തഞ്ഞു അല്ലേ. നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഓരോരുത്തന്മാരെ തളന്നിരിപ്പുണ്ട്. എന്തോന്നു അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നടന്ന് കുഴഞ്ഞു പോയി. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോ അല്ലേ. പിന്നെ എന്തോന്നു, പിന്നെ വേറെ ഒന്നുമില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ മറ്റേ ജയിലർ കാണാൻ പോകണം. കുറേ കാലം ഞാൻ വീഡിയോ എടുത്ത് ഇത് പിന്നെ ന്യൂ ഇയർ ആയതിൻ്റെ നമുക്ക് പിന്നെ എനിക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ വെച്ച് ഞാൻ ഇറക്കിയതായിരുന്നു. അപ്പോൾ ഓക്കെ, വേറെ ഒന്നുമില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. തരാം.